ഇന്നൊരു പപ്പായ കൃഷിയെ പറ്റി ആയാലോ? നമ്മൾക്ക് അതിനെപ്പറ്റി വിശദമായി പറയാം. എല്ലാ വീഡിയോ എടുക്കുമ്പോഴും ഇവർ രണ്ടുപേരും പിന്നാലെ ഉണ്ടാവുന്നതാണ്. പൂച്ചക്കെന്താ പൊന്നൊരുക്കുന്നിടത്ത് എന്ന ചോദ്യം പോലെ ഇവർ രണ്ടുപേരും ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പപ്പായ നടുമ്പോൾ അത് തൈ അല്പം ചെരിച്ച് നടുന്നതാണ് നല്ലത്. ചെരിച്ച് നടുമ്പോൾ നമ്മൾക്ക് അടുത്തു നിന്ന് തന്നെ പറിക്കുന്ന പോലെ മരമായി കിട്ടുന്നതാണ്. ചൈനയിലെല്ലാം മറ്റൊരു ട്രിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. അത് സത്യമാണോ എന്ന് അറിയുന്നവർ കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവരിലേക്കും എത്തിക്കാമല്ലോ. ഇത് ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയ റെഡ് ലേഡി പപ്പായയാണ്. ഇപ്പോൾ നല്ല കായ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അതേപോലെ ചെരിച്ചാണ് നട്ടത്. അതുകൊണ്ട് തന്നെ ചെറുമരമാണ്, എങ്കിലും കായ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ വിത്ത് നട്ടുണ്ടാക്കിയ പപ്പായയാണ്. നല്ലപോലെ പൂക്കൾ വന്നിട്ടുണ്ട്, കായ പിടിച്ചതുമുണ്ട്. ഇതെല്ലാം കായ പിടിച്ചു. നല്ല പോലെ കായ പിടിച്ചിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല. കടയിൽ നിന്നും വാങ്ങിയ പപ്പായയുടെ വിത്ത് നട്ടതാണ്. പപ്പായ നമ്മൾക്ക് എപ്പോഴും ഒരു നല്ല ഭക്ഷണമാണ്. കാരണം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണ്. രോഗപ്രതിരോധ ശക്തിയുള്ള പപ്പായ നമ്മളുടെ ഭക്ഷണത്തിൽ മുഖ്യമായി ഉൾപ്പെടുത്തുന്നത്. പച്ചക്കറി വാങ്ങി നമ്മൾ വിഷരഹിതമായ പച്ചക്കറി കഴിക്കുന്നതിന് തുല്യമാണ്. പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ എല്ലാം പുറത്തു നിന്നും വരുന്നതാണ്. അതിൽ വിഷങ്ങൾ നിറയെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഒരു പപ്പായ മരമെങ്കിലും വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നും കായ് പറിച്ച് നമ്മളുടെ കുട്ടികൾക്കും നമ്മൾക്കും കഴിക്കാൻ പാകത്തിനാക്കിയാൽ നമ്മൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം. ഞങ്ങളുടെ വീട്ടിൽ അധികവും പപ്പായ കൊണ്ടുള്ള ഉപ്പേരി അല്ലെങ്കിൽ കറി ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് ഉപ്പേരി വെച്ച് കഴിക്കാം, കറി വെച്ച് കഴിക്കുന്നതും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അച്ചാറുണ്ടാക്കാനും തോരനുണ്ടാക്കാം, അങ്ങനത്തെ പലതും ഉണ്ടാക്കാനും പപ്പായ കൊണ്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും. താങ്ക് യു.